ചിരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്നെ അത്രത്തോളം കരയിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്നെ സ്വാധീനിച്ച ഒരാളായിരിക്കണം. ആ വ്യക്തിക്ക് മാത്രമേ എന്നെ അത്രത്തോളം അപ്സെറ്റ് ആക്കാൻ കഴിയുള്ളൂ. എന്നാലും ഞാൻ ആ ചിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ഞാൻ അപ്സെറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ ഞാൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഏത് രീതിയിലാവുന്നെന്ന് പറയാൻ പറ്റും? അല്ല, ഏത് രീതിയാണ് ആ ഇമ്പോർട്ടൻസിന്? ഇമ്പോർട്ടൻസ് ഐ ഡോണ്ട് നോ വൈ. എങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഇപ്പോൾ എൻ്റെ അച്ഛന് ഞാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, അറ്റ് ദ സെയിം ടൈമിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, അല്ലേ, എൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, ഇതെല്ലാം ഒരു പാർട്ടാണ്. ഇത്രയും പാർട്ടുകൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ടെങ്കിലും നമ്മളൊരു പേഴ്സണ് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും, ഇല്ലേ? ശരിയാണ്. എപ്പോഴും നമ്മൾ ഇയാൾ എൻ്റെ ബെസ്റ്റാണ്, എനിക്കെല്ലാം പറയാൻ, എൻ്റെ പില്ലറാണ്, ഐ ഫീൽ ഹീസ് മൈ പില്ലർ. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? നമുക്ക് ചായാൻ പറ്റുന്ന ഒരു പില്ലറാണോ എന്ന് വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, നമുക്കിപ്പോ ഇത് ചായാൻ പറ്റുന്ന ഒരു പില്ലറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പല ആൾക്കാരും നമ്മൾ ഇതായിരിക്കും കരുതി വെക്കുന്ന വ്യക്തി ആയിരിക്കുമല്ലോ നമ്മുടെ ശരിക്കുള്ള ഒരു മെന്റർ എന്നൊക്കെ. അതല്ല, ഞാനത് അത്രയും ഡീപ്പായിട്ട് ഞാൻ പോയിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് മാരീഡ് ലൈഫ്. എനിക്കതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതുമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എന്താണ് എന്നുള്ളതാണ് അത് മെയിനായിട്ട്. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരാള് നാളെ എനിക്കതൊരു പകരം സ്പേസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നവരുണ്ട്, പറ്റിയേ പറ്റൂ. ചിലപ്പോൾ സാഹചര്യം പറ്റിപ്പിക്കും, ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10-20 വർഷം സ്നേഹിച്ച് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് 21 വർഷത്തിന് ശേഷം വിവാഹമോചിതരായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കാണാറില്ലേ? എന്നതുപോലെ ഇതിവിടെ ഒന്നും ശാശ്വതമല്ല. ഈ ഭൂമിയിൽ നമ്മൾ ആരും ശാശ്വതമല്ല, അല്ലേ? ഒരു ഉറുമ്പ് നമ്മളെ കടിച്ചാൽ പോലും നമുക്ക് മരണം സംഭവിക്കാം. അത്രത്തോളം താഴേക്ക് കിടക്കേണ്ട ജീവികളാണ് മനുഷ്യര്. ഏറ്റവും താഴേക്ക് കിടക്കേണ്ട ജീവികളാണ് മനുഷ്യര്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ്, ഈ ലോകത്തെ ഇല്ലാണ്ടാക്കുന്നത് മനുഷ്യരാണല്ലേ. അത് സാഹചര്യമാണ്. അത് നമ്മൾ എന്താ പറയുക, ഡിപ്പെൻഡ് ഓഫ് മൈൻഡ്. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് ഞാൻ ചാരിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ പില്ലർ വളയുന്നുണ്ടോ, അത് നിവരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പില്ലർ എന്നെ ചാഞ്ഞിട്ട് വേറൊരിടത്തേക്ക് ചായുന്നുണ്ടോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഇപ്പോൾ. ഐ ആം ഫ്രീ ഇൻ ദ വേൾഡ്. ഐ ആം ഫ്ലൈയിങ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. ഇപ്പം പണ്ട് കൊച്ചിയിൽ ഇപ്പം എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ അംഗീകരിച്ച് തുടങ്ങുന്ന ഒരു കാര്യം. ഇപ്പം ആണെങ്കിൽ ബിഗ് ബോസിൽ പോയി നാദിരയുടെ വീട്ടിലൊക്കെ ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? ശരിക്കും സോ പ്രൗഡ്. എനിക്ക് നാദിരനെ എന്താ പറയുക, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവൾ ഇന്നലെ വിളിച്ചിട്ട് അങ്ങോട്ട് വരുവാണ്. കാരണം അവൾ കുറേ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവൾ പോയത്. എനിക്ക് അവളെ പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് ഹഗ് ചെയ്ത് നിൽക്കണം. കാരണം അവളാണ് വിന്നർ. നാദിരയാണ് ബിഗ് ബോസിന്റെ വിന്നർ. അതിൽ വിന്നർ ആയിരിക്കുന്ന ആൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ടിൽ വോട്ടിങ്ങിലൂടെ കയറി വന്നിരിക്കുകയാണ്. ഗ്രൗണ്ട് സപ്പോർട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നാദിര തന്നെയാണ്. അവർക്ക് ഇവിടെ PR വർക്കുകൾ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. വല്ലപ്പോഴും കൂടി ഞാനൊരു ലൈവിൽ പോയി പറയും, ഒരു വീഡിയോ ഇടും, വോട്ട് ചെയ്യും. ഇത് മാത്രമേ ഉള്ളായിരുന്നു. ടൂ മച്ച് ആയിട്ട് PR വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലായിരുന്നു. എന്താ പറയാ, അറിയാം 5ാമത്തെ സീസൺ നടന്നത് നാദിരയ്ക്ക് വേണ്ടിയിട്ടാണ്. നാദിരയാണ് വിന്നർ. സോ പ്രൗഡ്. എന്താ പറയാ, ഒരു അഹങ്കാരമൊക്കെയാണ് ഇപ്പോൾ അവള് വിന്നർ ചെയ്തു വന്നത്. ശരിക്കും അംഗീകരിക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ അടിച്ചമർത്തൽ വന്നിട്ട് അതെന്താന്നറിയാവോ, നമ്മൾ ഒരാള് എന്നെ നീ അംഗീകരിക്കൂ എന്ന് പറയുമ്പോൾ അയാളുടെ മെന്റാലിറ്റിയും കൂടി നമ്മൾ നോക്കണം. മനസ്സിലായോ? നമ്മൾ എത്ര കാലം പറയും ഒരാളെടുത്ത് എന്നെ ഒന്ന് അംഗീകരിക്കൂ, എന്നെ ഒന്ന് പരിഗണിക്കൂ, എന്നെ ഒന്ന് ഉൾക്കൊള്ളൂ എന്ന് ഇങ്ങനെ എത്ര കാലം പറയും? അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു പെണ്ണ്, ഒരാണ് എത്ര കാലം ഒരാളെടുത്ത് പറയാൻ പറ്റും? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. നമ്മളുടെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം താഴേക്കിടയിൽ ചെന്നിട്ടായിരിക്കും ലാസ്റ്റ് പറയുന്നത്, ഇല്ലേ? ശരിയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുക. അതിൻ്റെ ആവശ്യമില്ല. എന്നെ പരിഗണിക്കേണ്ടവർ പരിഗണിച്ചാൽ മതി, എന്നെ ഉൾക്കൊള്ളേണ്ടവർ എന്നെ ഉൾക്കൊണ്ടാൽ മതി. എനിക്ക് ഒരു പൂവ് തരാൻ മനസ്സുള്ളവർ എൻ്റെ കൈകളിൽ കൊണ്ട് തരൂ.
ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവക്കല്ലറെ കൊണ്ടിട്ട് ആ പൂവിടണ്ട. ഐ ഡോണ്ട് വാണ്ട്, എനിക്കത് വേണ്ട. നിങ്ങൾ എൻ്റെ പാദം കഴുകി തരാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞ് ചില സഹായങ്ങൾ സ്വീകരിക്കുന്നവർ ഒരിക്കലും എൻ്റെ പാദം കഴുകണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കഴുകിയാൽ മതി. മനസ്സ് കഴുകുമ്പോഴാണ് തങ്കത്തളിക പോലെ ആകുന്നത്. അപ്പോൾ ഓരോ വ്രണങ്ങളും അതിൽ നിന്ന് ഉണങ്ങി പോകും. മനസ്സ് കഴുകിയാൽ മതി. അല്ലാണ്ട് എൻ്റെ കാല് കഴുകാനോ അല്ലെങ്കിൽ എൻ്റെ പാദം കുമ്പിടാനോ ആരും വരണ്ട. അമ വുമൺ. നമ്മളെ പരിഗണിക്കുന്നവർ പരിഗണിച്ചോട്ടെ. ഞാൻ ആരെടുത്തും ഡിപ്പെൻഡിങ്ങിന് പോകുന്നില്ല. ഇനിയൊന്നല്ല, പണ്ടും ലൈഫിൽ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ മനുഷ്യ സഹജമായിട്ട് ഇൻസിഡന്റുകൾ ഉണ്ടായിരിക്കും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഹജീവി ആയതുകൊണ്ട് സഹിച്ചേ പറ്റത്തുള്ളൂ. എനിക്കൊരു പാഠം പഠിച്ച് ഞാൻ അങ്ങനെ. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ സർജറി ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാ? ഫിയർ കൊണ്ടാണോ? അങ്ങനെ അതോ സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്യാത്തവരുണ്ട്. ചിലര് സർജറി വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെയും മെന്റാലിറ്റിയാണ്. സർജറി ചെയ്താലേ സ്ത്രീ ആകൂ എന്ന് പറയുന്നത് ഫിസിക്കലിയാണ്, മാനസികമായിട്ടുള്ളതല്ല. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലെ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിക്കുന്നു, അത് ആഘോഷമാക്കുന്നു. അതെല്ലാം ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. എന്താ പറയാ, കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടയോ, എനിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഒരാൾ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് കല്യാണം കഴിക്കണോ, അത് ഓരോരുത്തരുടെ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മളെ ഉൾക്കൊള്ളാനും നമ്മളെ മനസ്സിലാക്കാനും കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ളവർക്കാണ് പറ്റുന്നത്. അതർവൈസ് ഔട്ട്സൈഡ് പീപ്പിൾ ഹാവ് എ ക്യൂരിയോസിറ്റി. ഇവള് സർജറി ചെയ്ത് എങ്ങനെ ഇരിക്കും, എങ്ങനെ ആയിരിക്കും, ഞാൻ അന്ന് കണ്ടവളെ അത്ര ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവളുടെ എന്താ പറയുക, ഞാൻ പച്ചയ്ക്ക് പറയാണ്, അവളുടെ ബ്രസ്റ്റ് ഒക്കെ ഒറിജിനലാണോ, ഇതൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരുപറ്റം ഞരമ്പ് രോഗികളുണ്ട്. അവർക്കതൊരു ആഘോഷമാണ്. 1 മണിക്കൂറത്തേക്കോ 2 മണിക്കൂറത്തേക്കോ ഒരു ആഘോഷമാണ്. പക്ഷെ നമുക്കുള്ളിലേക്ക് വന്ന് വിടുന്ന ഒരു വേദനയുണ്ടല്ലോ, ആ വേദന എന്ന് പറയുന്നത് സർജറിയേക്കാളും അല്ല. സർജറി ടേബിളിൽ കിടന്ന് മരണത്തെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ പെണ്ണായി വന്ന ആ വേദനയല്ല, അതിനപ്പുറത്തെ വേദനയാണ്. നെഞ്ചും കൂടിനകത്ത് കിടന്ന് അതിങ്ങനെ ബൾബ് കത്തുന്നത് പോലെ കത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഏത് പാപനാശത്ത് പോയി കഴുകിയാലും തീരില്ല. കാരണം ആ സമയം നമ്മൾ കൊടുക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, പറിച്ചങ്ങ് കൊടുക്കുക, കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അത് മനസ്സിലാകാത്ത ഒരു ജനതയ്ക്ക് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരുടെടുത്തും ഔദാര്യം ചോദിക്കുന്നില്ല, തേടി വരികയാണ്, തേടി വന്ന് ചതിക്കുകയാണ്, തേടി വന്ന് കബളിപ്പിക്കുകയാണ്, തേടി വന്ന് വഞ്ചിക്കുകയാണ്. കമ്മ്യൂണിറ്റി തന്നെയല്ല, പൊതുവെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണത്. എന്തോ എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഡിപ്പെൻഡിങ്ങിന് പോകുന്നില്ല. ഓക്കെ. ഇപ്പം പ്രവീണിന്റെ കേസിലൊക്കെ ആണെങ്കിലും അവർ സൂയിസൈഡ് ചെയ്ത് ഫാമിലി ഇഷ്യൂസിന്റെ പേരിലാണെന്ന്. ഇപ്പം നമ്മൾ സാധാരണ ഒരു കപ്പിളിന്റെ ഫാമിലി ഇഷ്യൂസിന്റെ പേരിൽ മരിക്കുന്നേക്കാളും കൂടുതൽ ഡിസ്കഷനും കഥകളൊക്കെ കെട്ടിച്ചമയ്ക്കും. കാരണം എന്താണെന്നറിയാം, കമ്മ്യൂണിറ്റി ആവുമ്പോഴത്തേക്ക് അവർക്ക് പൊടുപ്പും തൊങ്ങലും വെക്കാൻ പറ്റും. ഇവനൊരു ജനറൽ പീപ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ കുടുംബം കയറി വാരും. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും കുടുംബം അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ആര് ചോദിക്കും? കുറച്ച് ദിവസം ഞങ്ങൾ കമന്റിലൂടെ ചോദിക്കും, പിന്നെ അതങ്ങ് നിൽക്കും. അത് സംഭവിച്ചു വരുവാണ്. എന്താ പറയാ, ഇവ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ഡ്രഗ് യൂസ് അതൊക്കെ നേരിട്ട് കണ്ടിട്ട് ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കള്ളത്തരം പറയരുത്. കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അങ്ങനെയല്ല, സെലിബ്രിറ്റികളും ഈ ഡ്രഗ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മിസ്ബിഹേവിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എതിർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ.